പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു രണ്ടും കൂടി എന്തോ പറഞ്ഞോണ്ടിരിക്കുവാ. ഇന്നിനി കറണ്ട് വരുമെന്ന് തോന്നണില്ല. ഞാൻ പോയി ഫുഡ് എടുത്ത് വെക്കാം. കഴിച്ചിട്ട് എല്ലാരും നേരത്തെ കിടക്കാൻ നോക്ക്. ഇതെന്താ പറയാത്തേന്ന് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. നല്ല വിശപ്പ്. എന്താടി ചൊറിയുമ്പോഴു നീ വരുന്നില്ലേ? ഇല്ല, വരുന്നില്ല. ഇവിടെ നിന്നാ ലക്ഷ്മി നിന്നെ പിടിച്ചോണ്ട് പോകും കേട്ടോ. ഓടാന്നല്ല, കാര്യായിട്ടാ. അമ്മ എന്നെ വിളിച്ചോ? വരുന്നു കേട്ടോ. എവിടെ പോവാ? ഒന്ന് നിന്നേ. പേടിച്ചു പോയല്ലോ. എന്താ പെണ്ണെ, നീ എന്താ ചിരിക്കുന്നേ? വെറുതെ നിന്ന് ചിരിക്കാതെ വാ, നമുക്ക് അത്താഴം കഴിക്കാം. കണ്ണേട്ടാ നിന്നേ. എന്താടി? അത് നാളെ എന്റെ പോരിടം വരെ വരാമോ? എങ്ങോട്ട്? എങ്ങോട്ടാണെന്ന് പറഞ്ഞാലേ വരുവുള്ളൂ. ഉള്ളു. ഓ, നീ പറയടി, ഞാൻ വരാം. അത് പറയില്ല. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എനിക്കോ? എന്തേ? ഒന്നുമില്ല. അപ്പോൾ വരുമല്ലോ. വരാം. വന്നാൽ എനിക്കെന്ത് തരും? എന്ത് വേണം? എന്ത് തരും? എന്ത് വേണമെന്ന് പറ. എന്ത് തരുമെന്ന് പറ. അത് കണ്ണേട്ടന് എന്ത് വേണം? എനിക്ക് എനിക്കൊരു അമ്മു, നീ കരയുവാണോ? നീ ഇവിടുത്തെ ആൺകുട്ടിയല്ലേ, ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ പേടിച്ചാൽ എങ്ങനാ? എനിക്ക് പേടിയൊന്നുമില്ല. എങ്കി വാ. അമ്മ, കണ്ണൻ എവിടെ? അവനും അമ്മുവും കൂടി ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. അവരെവിടെ പോയതാ? ആവോ, എനിക്കറിയില്ല. അല്ല, അപ്പോ ആ ചൊറിയും പുഴുവോ? അവള് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന ഒരു പാത്രം ലഡുവും കൊണ്ടാ കക്ഷി പോയിരിക്കുന്നെ. അമ്പടി കള്ളി. വേഗം ചെന്നാ കിട്ടും കേട്ടോ. ഓഹോ, അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം. എങ്ങനെയെങ്കിലും രണ്ടും കൂടി ഒന്ന് അടുത്താ മതിയായിരുന്നു. നമുക്ക് നോക്കാം. കള്ളി കള്ളി, നോക്കിയേ, ഒരു പാത്രം ലഡുവായിട്ട് തന്നിരുന്ന് തിന്നുന്നേ. നീ പോടാ. പോടാന്നോ? മര്യാദക്ക് ഇതിന്റെ പകുതി എനിക്ക് തന്നു. അയ്യടാ, ഇതെന്റെയാ. നിനക്കുള്ള ഉണ്ണിയപ്പം താഴെയുണ്ട്. എനിക്കിപ്പം ഉണ്ണിയപ്പം തിന്നാനുള്ള മൂടില്ല. മര്യാദക്ക് ആ ലഡുവിന്റെ പകുതി എനിക്ക് തന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ആഹാ, അത്രക്കായോ? കൊണ്ടുപോയി തിന്ന്.
പ്ലീസ് കാറ് കൊണ്ടുപോയി. എടി നിക്ക്, ഇതിപ്പോ കൊറേ ആയല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോന്നേ? ഇപ്പൊ എത്തും എന്റെ കണ്ണേട്ടാ, ഒന്ന് വാ. ഓ, ഇവള് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ദാ എത്തി. ദേ ഇവിടെ നോക്കിയേ, എന്ത് രസമാ. നല്ല രസമുണ്ട്. ഇത് കാണാൻ വേണ്ടിയാണോ എന്നെയും കൂട്ടിക്കൊണ്ടു വന്നത്? അതെ. എന്തിന്? വെറുതെ. കണ്ണേട്ടന് ഇഷ്ടപ്പെട്ടോ? നിനക്കിഷ്ടായോ? ഒരുപാട്. എങ്കിൽ എനിക്കും ഇഷ്ടായി. കുറച്ച് കൂടുന്നുണ്ട്. കുറച്ചല്ല, കുറച്ചധികം. ഒന്ന് നിന്നേ. എന്താ? ആ കാലൊന്ന് നീട്ടിയേ. എന്തിനാ? നീ നീട്ടിയേ. നല്ല ഭംഗിയുണ്ട്. എന്ത്? ഈ കൊലുസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. കൊലുസ് മാത്രമേ ഉള്ളൂ? അതിട്ട ആളെ കാണാൻ കൊള്ളില്ലേ? ഇല്ല. ഓ, നിക്കടി അവിടെ. എന്താണ്? ഇതിങ്ങനെ പുറത്തിട്ട് നടക്കാനുള്ളതല്ല. പിന്നെ? ഇതിന്റെ ഉള്ളിൽ കിടന്നാ മതി. ഓ, നീ എന്തോ സ്വപ്നം കണ്ടോണ്ട് നിൽക്കുക? മഴ പെയ്യുന്ന കണ്ടില്ലേ? മഴ? മഴ നനഞ്ഞ രാവിൽ മിഴി തിരഞ്ഞൊരാളെ ഇതളിടുന്ന ചെറുവഴികളിൽ പതിയെ വന്നു ഇളവേൽക്കുമാ പുലരി പോൽ വേലുപോൽ നമുക്ക് അവിടെ കയറി നിൽക്കാം. മഴ നനഞ്ഞ രാവിൽ മിഴി തിരഞ്ഞൊരാളെ ഇതളിടുന്ന ചെറുവഴികളിൽ പതിയെ വന്നു ഇളവേൽക്കുമാ പുലരി പോൽ വെയിലു പോൽ ഹൃദയമായൊരാളെ. കണ്ണേട്ടാ, എന്താ? അത് പിന്നെ എന്താടി? എന്താ? ഒന്നുമില്ല. രണ്ടും കൂടി പോയിട്ട് മണിക്കൂർ 2 കഴിഞ്ഞു. വിളിച്ചാലാണെ ഫോണും എടുക്കുന്നില്ല. ഇങ്ങ വരട്ടെ, ആ പെണ്ണിന്റെ പണിയാ ചുമ്മാ ഇരുന്ന ചെക്കനെ വിളിച്ചോണ്ട് പോയേക്കുന്നു. ദേ വരുന്ന രണ്ടും. നീയൊക്കെ രണ്ടും ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ആ, ഒന്നും പറയണ്ട എന്റെ അമ്മായി. ഇവൾ എന്നെ വിളിച്ചോണ്ട് ഏതൊക്കെയോ സ്ഥലത്തൂടെ കൊണ്ടുപോയി. അവസാനം ഒരു കുളത്തിന്റെ അവിടെ ചെന്നിട്ട് ചോദിക്കുവാ ഇവിടെ കൊള്ളാമോന്ന്. കുളമോ? എവിടെ? ഇവിടല്ല, കുറച്ച് കിഴക്കോട്ട് പോണം. കുറെ നീലത്താമര നിൽക്കുന്ന കുളമാ. അതിന് അങ്ങനെ ഒരു കുളം അവിടെ ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഞങ്ങള് പോയതല്ലേ. എന്റെ അമ്മേ, അതിന് ചുറ്റും ഫുള്ളും കാടാണ്. ഇവൻ ഇതെന്ത് തേങ്ങയാണോ ഈ പറയുന്നത്? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കുളവും കണ്ടിട്ടില്ല. നീയൊക്കെ രണ്ടും കൂടി ഇതെങ്ങോട്ടേക്കാ പോയെന്ന് ആർക്കറിയാം? എടി അമ്മോ, പറഞ്ഞു കൊടുക്കടി. അത് അപ്പച്ചി, എനിക്കും അറിയില്ല. അറിയില്ലെന്നോ? ചുമ്മാ കള്ളം പറയുവാ ഇവള്. ഇവൾക്ക് ഓരോ വഴി നല്ല കൃത്യമായി അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും അറിയില്ലാന്ന്. പിന്നെ കണ്ണേട്ടൻ എന്താ?
ഓ രണ്ടും ഒന്ന് നിർത്ത്. മതി മതി, പോയി മേലൊക്കെ തുടങ്ങ്. അല്ലേ വല്ല പനിയും പിടിച്ച് കിടക്കേണ്ടി വരും. എന്നാലും എന്റെ ഫസ്റ്റ് കിസ് ആ തെണ്ടി അറിഞ്ഞുകൊണ്ട് അവിടെ വന്നതാ. വന്ന തെണ്ടി. ശ്ശേ, എന്റെ ഫസ്റ്റ് കിസ്. ഹലോ ചേച്ചി. ആ നീ വന്നോ? നീ എവിടെ പോയതാ? അത് ചുമ്മാ പുറത്തോട്ട് പോയതാ. അല്ല ചേച്ചി എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. എന്തോ ഉണ്ടല്ലോ. എന്താ ചേച്ചി? ഏയ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഈ മഴയൊക്കെ കണ്ടിരുന്നതാ. ഈ മഴയൊക്കെ കാണുമ്പോ ആരെങ്കിലുമൊക്കെ പ്രണയിക്കാൻ തോന്നുന്നുണ്ടോ? ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? എന്തൊന്നും പറയാത്തെ? ഏയ് ഇല്ല. നിനക്കോ? ആ രുദ്രനായിരിക്കും. എന്താടി? ഏയ് ഒന്നുമില്ല, ഞാൻ പോന്നു. നീ എങ്ങോട്ട് പോവാ? ഓ ഈ പെണ്ണ്. എന്നാലും എന്റെ ഫസ്റ്റ് കിസ്. അപ്പോട്ടാ ആ ആരിത്? ചന്ദനയോ? എന്തേ ഇങ്ങോട്ടേക്ക് ഇപ്പൊ കാണാനേ ഇല്ലല്ലോ. ആ അത് കുറച്ച് തിരക്കായി പോയി. ആഹാ, അല്ല നന്ദു എവിടെ? അവള് വീട്ടിലുണ്ട്, കയ്യില് മൈലാഞ്ചി ഇടുന്ന തിരക്കില്ല. ഓ കൊള്ളാം. ഓ തെണ്ടി തുടങ്ങി പഞ്ചാര അടിക്കാൻ. ഇവൾക്ക് കിട്ടിയതൊന്നും പോലെ. എന്റെ ഫസ്റ്റ് കേസ് കൊണ്ടുപോയിട്ട് അവനെ ശൃംഗരിക്കുന്ന നോക്കിക്കേ. അവളോട് എന്ത് കുന്തമാണ് ഇവന് താൻ പറയാനിരിക്കുന്നത്? കള്ളി നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അല്ല ചന്ദന, നിന്റെ ഹെയർ കളർ ചെയ്തോ? ഇവനെന്തിനാ അവളുടെ മുടിയിലൊക്കെ തൊടുന്നേ? ആ അത് ഞാൻ ഇന്നേ ചെയ്തതാ. അപ്പോഴും കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ എപ്പോഴാ കാണുന്നേ? പട്ടി, അവന്റെ ഒരു കിന്നാരം. അപ്പോഴും എന്തിനാ ചിരിക്കുന്നേ? ഏയ് വെറുതെ. എങ്കി എന്റെ ഒപ്പം വരുന്നോ? എങ്ങോട്ട്? നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഓ അതിനെന്താ? പട്ടി പോകുന്ന പോക്ക് നോക്കി. ഒരു കല്ല് കിട്ടിയിരുന്നെങ്കിൽ തലയ്ക്ക് നോക്കി ഒരെണ്ണം കൊടുക്കാമായിരുന്നു. നാറി, അവൻ പോയിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഏട്ടത്തി, കല്ലൂന്റെ അപ്പൂന്റെയും ജാതകം ഒന്ന് നോക്കണ്ടേ? അത് പിന്നെ വേണ്ടായോ? ഈ പിള്ളേരിങ്ങനെ ഇടതും വലതും നിൽക്കുന്നത് കൊണ്ടല്ലേ ആ കാര്യം ഒന്നും നടക്കാത്തെ. അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. ശങ്കരദത്തൻ നമ്പൂതിരിയെ ഒന്ന് പോയി കാണണ്ടേ? അത് ഞാനും പറയാൻ വരുമായിരുന്നു. ആ എന്തായാലും വൈകാതെ തന്നെ അദ്ദേഹത്തെ പോയൊന്ന് കാണണം. നീ ഇതെന്താ ഈ കാണിക്കുന്നേ? എന്താടി നോക്കുന്നേ? ഞാൻ എന്റെ തലയിൽ തേക്കാൻ താളി ഉണ്ടാക്കുക. നിന്റെ തലയിൽ താഴിയല്ല, തളമാണ് വെക്കേണ്ടത്. ഓ ഒന്ന് പോയി. ഇല്ല, പോവില്ല. നിനക്ക് വട്ടാണോ പെണ്ണെ? ഞങ്ങള് നല്ല അടാറ് സാധനം അങ്ങ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നീ യൂസ് ചെയ്യ്. ഈ കണ്ണിൽ കണ്ട കാടൊക്കെ പറിച്ച് തലയെ തേക്കാതെ. കണ്ണേട്ടനൊന്ന് പോയി. ഇതിന്റെ ഒന്നും ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തോണ്ട. നിനക്ക് വട്ട, എനിക്കൊന്നും അറിയണ്ട. ആ അറിയണ്ടെങ്കി അറിയണ്ട. അല്ല,
ഈ താളിയും പൊക്കിക്കൊണ്ട് എവിടെ പോയി കുളിക്കാനാ? ഇവിടുത്തെ കുളത്തിൽ, അല്ലാതെ എവിടെയാ? എന്തേ? ഒന്നുമില്ല. എന്തിനാ ചിരിക്കുന്നേ? വെറുതെ. എനിക്കെന്തേ ചിരിച്ചുകൂടെ? അങ്ങനെ ഇപ്പൊ ചിരിക്കണ്ട. വെറുതെ എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാതെ പോയേ. എന്ത്? നിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാതെന്നോ? പിന്നാലെ നടക്കാൻ പറ്റിയൊരു മുതല്. ഒന്ന് പോയടി. ഇനി എന്റെ പിന്നാലെ വന്നു പോയേക്കല്ലോ, പറഞ്ഞില്ലാന്ന് വേണ്ട. ആ കല്ലു എവിടെ? അവൾക്ക് ഭക്ഷണമൊന്നും വേണ്ടേ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എനിക്ക് നല്ല വിശപ്പുണ്ട്. കാലിന്റെ നോട്ടം കണ്ടില്ലേ? എന്റെ ഫസ്റ്റ് കിസ് കൊണ്ടുപോയി കളഞ്ഞിട്ട്. കല്ലു, നിനക്ക് ചപ്പാത്തി വേണോ അതോ ചോറ് മതിയോ? ആ, എനിക്ക് ചപ്പാത്തി മതി. ഇവൻ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ദേ, വല്ലതൊക്കെ കഴിച്ചിട്ട് വേഗം പോയി കിടക്കാൻ നോക്ക്. നല്ല മഴക്കാറുണ്ട്. കറണ്ട് പോയാ പിന്നെ പറയണ്ട. ആ, തുള്ളി കളിച്ച് വരുന്നതേ ഉള്ളോ? നിനക്കെന്താ വേണ്ടത്? ചപ്പാത്തിയോ അതോ ചോറോ? ആ, എനിക്ക് കഞ്ഞി മതി. കഞ്ഞിയോ? എന്തേ, കേട്ടിട്ടില്ലേ? എനിക്ക് കഞ്ഞി മതി. ഒന്ന് പോയേ അമ്മു, ഓരോ പുതിയ ശീലം കൊണ്ട് വന്നോളും. എനിക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞല്ലോ. ദേ പെണ്ണെ, മര്യാദക്ക് എന്താണെന്ന് വെച്ചാ അത് കഴിച്ചിട്ട് പോടി. എനിക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞാ കഞ്ഞി മതി. ആഹാ, അത്രയ്ക്കായോ? ഓരോരുത്തരുടെ ഇഷ്ടം നോക്കി നടത്താൻ ഇത് ഹോട്ടലൊന്നും അല്ല. വേണമെങ്കിൽ ഇത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടി. എന്താ അമ്മായി ഇത്? അമ്മു, നീ ഇരിക്ക്. കുറച്ച് ചോറിനകത്ത് ഇത്തിരി കഞ്ഞോളം ഒഴിച്ചു കൊടുത്താ പോരെ. അതിനെന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ? നീ ഇരിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. എനിക്ക് വേണ്ട. അമ്മു, അമ്മായിക്ക് സമാധാനമായല്ലോ. അമ്മു, ആ എന്താ? നീ വാ, ഞാൻ എടുത്തു തരാം. അത്താഴപ്പട്ടിണി കിടക്കേണ്ട. എനിക്ക് വേണ്ട. ചേച്ചിക്ക് വേണമെങ്കിൽ പോയി കഴിച്ചോ. നീ പട്ടിണി കിടക്കുമ്പോ ഞാൻ എങ്ങനെ കഴിക്കും? ഒരു ദിവസം കഴിക്കാതെ കിടന്നെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നീ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അത് ഞാൻ എന്താടാ, എന്തു പറ്റി? എനിക്കറിയില്ല ചേച്ചി. ഒന്നുമില്ല. നീ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കാം. കള്ളിപ്പെണ്ണ്, വാടി. അല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കും 2 ദിവസം കൂടെ കഴിഞ്ഞാ പോവണ്ടേ? ഓ, അത് ഓർക്കുമ്പോ തന്നെ മടി വരുക. കൊറേ നോട്ട്സ് ഒക്കെ എഴുതാൻ കിടപ്പുണ്ട്. എനിക്കാണെ മടി പിടിച്ചിട്ട് വയ്യ. എനിക്കും പിള്ളാറെ മുന്നിൽ ചെന്ന് ഇനി തൊണ്ട കീറാനുള്ളതാ. അമ്മ, ഇന്നെന്താ രാവിലെ? പുട്ടാണടാ. എന്തേ? ഏയ്, ചോദിച്ചോന്നേ ഉള്ളൂ. അല്ലടി കഞ്ഞി, നിനക്കിപ്പോ കഞ്ഞി മതിയോ? ഒന്ന് പോടാ. എന്തിടി വിളിച്ചേ? പോടാന്നോ? അതെ, എന്തേ? ഈ പെണ്ണിന് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാ. ഓ, ആയിക്കോട്ടെ. ഓ, തുടങ്ങി. നിനക്കൊക്കെ രണ്ടിനും എന്നാതിന്റെ കേടാ? അമ്മായി, ആദ്യം ഇവനെ പിടിച്ച് കെട്ടിക്കാൻ നോക്ക്. അപ്പൊ ഈ സൂക്കേടൊക്കെ അങ്ങ് തീരും. എങ്കിൽ നീ വാടി, നമുക്കങ്ങ് കേട്ടാ. എന്നിട്ട് ജീവിതകാലം മുഴുവനും തല്ലുണ്ടാക്കി കഴിയാം. ഒന്ന് പോടാ, എന്റെ പട്ടി വരും നിന്നെ കെട്ടാൻ. ദേ, രണ്ടും പൊക്കോ, അല്ലെങ്കിൽ ചട്ടവും പഠിപ്പിച്ച് ചന്തിക്ക് വെക്കും. പറഞ്ഞേക്കാം. മോനെ, നിനക്കിപ്പോ എങ്ങനെയുണ്ട് പനി? ആ, കുറച്ച് കുറവുണ്ട്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഈ ചരടടിച്ച് കളയരുതെന്ന്. അത് പിന്നെ അറിഞ്ഞോണ്ടല്ലോ വല്യമ്മേ. ദേ, നീ ഒറ്റ ഒരുത്തന ഇവനെ കൂടി വഷളാക്കുന്നത്. വല്യമ്മേ? ഒരു വല്യമ്മയില്ല. അമ്മ എന്തിനാ അവനെ വഴക്ക് പറയുന്നേ? പിന്നെ എനിക്ക് സങ്കടം വരില്ലേ? എടാ ബാബാജി, ഞാൻ പറഞ്ഞതൊന്നും നീ കാര്യാക്കണ്ട. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. വാവാച്ചിയോ? വല്യമ്മേ, എന്റെ പേര് ശക്തിന്നാ, അങ്ങനെ വിളിച്ചാ മതി. നിങ്ങൾ സംസാരിക്ക്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്.
മോൻ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയോട് പറഞ്ഞാ മതി. അണ്ണാ അണ്ണാ, എന്താണ് ചെറുത്താനെ? സത്യം പറയണ്ണ, ഇത് പേടിപ്പനിയല്ലേ? എന്തേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഓടാ, എന്നോട് കള്ളമൊന്നും പറയണ്ട. ഇത് പേടിപ്പനിയാണെന്ന് കണ്ടാലേ മനസ്സിലാവും. നിനക്ക് എന്നാത്തിന്റെ കേടാ? എങ്കിൽ അണ്ണൻ പറ, എങ്ങനെയാ പിന്നെ ഈ പനി പിടിച്ചത്? എന്റെ കൈവാക്കി എഴുന്നേറ്റ് പോകുന്നുണ്ടോ? ഓ, ഈ അണ്ണൻ ബാക്കിയുള്ളവന്റെ അടുത്ത് ഒരു രക്ഷ പോലും വരുന്നില്ലല്ലോ. പേടിച്ചു പോയല്ലോ. എന്താ? ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ വന്നൂന്നേ ഉള്ളൂ. എനിക്ക് ബോറടിക്കുന്നു. അല്ല, നീ എന്തെടുക്കുമായിരുന്നു? മറ്റന്നാൾ എനിക്ക് കോളേജിൽ പോണം. ഞാൻ നോട്ട്സ് ഒക്കെ എഴുതുമായിരുന്നു. ഓഹോ, അല്ലടി, ഇക്കൊല്ലം കൂടിയല്ലേ ഉള്ളൂ നിന്റെ പഠിത്തം? അതെ. ഇനി എന്താ പ്ലാൻ? ആവോ, എനിക്കറിയില്ല. എനിക്കൊന്നും വയ്യ ഇനി പഠിക്കാൻ. ഇതുകൊണ്ടങ്ങ് നിർത്തിയാലോന്ന് ഞാൻ ആലോചിക്കുക. എന്നിട്ടെന്തിനാ? ആ രുദ്രനെയും കെട്ടി ജീവിക്കാനാണോ? എന്താടി, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ഞാനൊരു തമാശ പറഞ്ഞതാ, നീ അത് വിട്ടേക്ക്. സാധാരണ നീയാണല്ലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എന്റെ രുദ്രേട്ടൻ അങ്ങനെ, എന്റെ രുദ്രേട്ടനെ ഇങ്ങനാന്നൊക്കെ പറയുന്നേ. ഡീ, എന്തേ? ഒന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. നിന്നെ ഞാൻ ഒരു രുദ്രനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ? നിന്നെ ഞാൻ ഒരു രുദ്രനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലാന്ന്. പിന്നെന്താണെന്ന് വെച്ചാൽ, അമ്മു, നീ എന്താ സ്വപ്നം കാണുവാണോ? അത് ഞാൻ കണ്ണേട്ടനൊന്ന് പോയി, എനിക്ക് നോട്ട് എഴുതാനുണ്ട്. ഓ, ആയിക്കോട്ടെ. കണ്ണേട്ടാ, അത് എനിക്കൊന്ന് എഴുതി തരാമോ? ഞാൻ നിനക്ക് എഴുതി തന്നാൽ എനിക്കെന്ത് തരും? കൊണ്ടു തരും. അത് നിന്റെ അപ്പനോട് കൊടുക്കും. എന്റെ കണ്ണേട്ടാ, പ്ലീസ് എഴുതി തരുമോ? നീ എന്ത് തരുമെന്ന് പറ. അത് ഞാൻ ചോക്ലേറ്റ് വാങ്ങി തന്നാ മതിയോ? ഞാനെന്തേ ചോക്ലേറ്റ് തിന്നാത്ത പോലെ? പിന്നെന്താ? എനിക്ക് ഓ, നാശം മഴ. കണ്ണേട്ടനെങ്കിൽ താഴേക്ക് പോക്കോ, ഞാനും വന്നേക്കാം. നീയും പാടി. ഇല്ല, കണ്ണേട്ടൻ പോക്കോ, ഞാൻ വന്നേക്കാം. ശരി.